പെൺകുട്ടികളെ പലരെ അലട്ടുന്ന പ്രശ്നമാണ് കൈപ്പശത്തുണ്ടാകുന്ന രോമവളർച്ച, ആ ഒരു ഏരിയയിലുണ്ടാകുന്ന ചർമ്മത്തിൻ്റെ നിറക്കുറവ്, അതേപോലെ തന്നെ പ്രൈവറ്റ് ഏരിയയിലുണ്ടാകുന്ന രോമവളർച്ചയും ആ ഭാഗത്തുണ്ടാകുന്ന ദുർഗന്ധവും അവിടെ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പുമൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കാറുണ്ട്. പലർക്കും പുറത്ത് പറയാൻ മടിക്കുന്നതായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ആ ഒരു ഏരിയയിലുണ്ടാകുന്ന രോമവളർച്ച ഇല്ലാതാക്കാനും അവിടുത്തെ ആ ഒരു ഏരിയയിലുണ്ടാകുന്ന ദുർഗന്ധം മാറ്റാനും വിയർപ്പിൻ്റെ ദുർഗന്ധം ഒക്കെ മാറ്റി നല്ലൊരു അടിപൊളിയാക്കാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം കൊണ്ട് സാധിക്കും. അതെന്താണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം ഒട്ടുമിക്ക സ്ത്രീകളും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു അവരുടെ ആ ഒരു ഏരിയയിലുണ്ടാകുന്ന, അതായത് പ്രൈവറ്റ് ഏരിയയിലുണ്ടാകുന്ന രോമവളർച്ച കാരണം അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതയൊക്കെ. പല സ്ത്രീകളുടെയും അതായത് ദുർഗന്ധവും ഒക്കെ വളരെയധികം അവരുടെ ജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അവർക്കുണ്ടാവാറുണ്ട്. പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ പ്രൈവറ്റ് ഏരിയയിലും കൈപ്പൊഷത്തും രോമവളർച്ച കണ്ടുവരുന്നുണ്ട്. ആ ഒരു രോമവളർച്ച നമുക്ക് വേരിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. എപ്പോഴും നാച്ചുറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ക്രീമിൻ്റെ പുറകിന് പോയി ക്രീം മേടിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന ആ ഒരു കെമിക്കൽ കൊണ്ട് നമ്മുടെ ആ ഒരു ഏരിയയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ഒക്കെ ഇടയാകും. കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷേവിങ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അത് ഇരുന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനുമൊക്കെ ഇടയാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. പീരീഡ് സമയത്തിന് മുന്നേ ആയിട്ട് തന്നെ അവിടുത്തെ ആ ഒരു രോമം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. എന്തായാലും വേദനയില്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ വേദനയില്ലാതെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലെ രോമം ഇല്ലാതാക്കാനും ഈ പറഞ്ഞ കാര്യം 7 ദിവസം തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവിടെ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങൾ, നിങ്ങളുടെ കൈപ്പൊഷത്തെ ആണെങ്കിലും നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയിലെ ആണെങ്കിലും അതൊക്കെ മാറ്റാൻ സാധിക്കും. എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസ് കാണാം. നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ കൈപ്പൊഷത്തെ ആണെങ്കിലും സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന രോമവളർച്ച വേരിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. ഇവിടെ ഞാൻ എടുക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. കടലമാവിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ ചെറുപയർ പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. കടലമാവിൻ്റെ പൊടിയാണ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ രോമവളർച്ച ഇല്ലാതാക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ് കടലമാവിൽ നിന്നൊക്കെ. കടലമാവ് നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സ്കിന്നിന് വളരെയധികം ഗുണങ്ങൾ കിട്ടും. ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന നിറക്കുറവ് ഇല്ലാതാക്കാനും രോമവളർച്ച ഇല്ലാതാക്കാനും കടലമാവിൽ നിന്ന് സാധിക്കും. കടലമാവിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ അവിടെ മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊരു നീറ്റൽ അനുഭവപ്പെടും. ചെറിയ രീതിയിൽ, കാരണം അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിലുണ്ടെങ്കിൽ നീറ്റൽ അനുഭവപ്പെടും. പേടിക്കരുത്. അവിടെ ആ ഒരു മുറിവിനകത്തുള്ള ഇൻഫെക്ഷനെയൊക്കെ ഈ ഒരു പാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റാനും ഒക്കെ സാധിക്കും. നിങ്ങളുടെ അവിടെ ഉണ്ടാകുന്ന ദുർഗന്ധവും നമ്മുടെ അണ്ടർആംസിൻ്റെ ഭാഗത്ത് നമ്മുടെ കൈപ്പൊഷത്തുണ്ടാകുന്ന വിയർപ്പ് കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധവും ഒക്കെ നമുക്ക് പിന്നീട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വരിക പോലും ചെയ്യില്ല. ഇത് നിങ്ങൾ അടുപ്പിച്ച് ഒരാഴ്ചയോളം നിങ്ങൾ ചെയ്യേണ്ടി വരും. 2 ദിവസം 3 ദിവസം ചെയ്തിട്ട് രോമം പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തരുത്. ഇത് ഒരാഴ്ചയോളം കണ്ടിന്യൂ ചെയ്യണം. എന്നാലേ വേരിൽ നിന്ന് രോമവളർച്ച ഇല്ലാതാക്കുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഹണിയാണ്. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് നല്ല പോലെ മിക്സ് ആക്കുക. ഓക്കെ, ഇത് കണ്ടോ, ഇതേ പരുവത്തിലായിട്ട് മാറും. കണ്ടോ, നല്ല ക്രീം, അതായത് ഭയങ്കര ഹാർഡും അല്ല, പക്ഷെ എന്നാൽ നമ്മുടെ സ്കിന്നിലിടുന്ന പരുവത്തിനും നമുക്ക് ഈ ഒരു പാക്ക് വേണം. അധികം ലൂസ് ആവാനും പാടില്ല, പക്ഷെ എന്നാൽ ഇതേ പരുവത്തിലായിട്ട് നമുക്ക് വേണ്ടത്. ഇതേപോലാണ് ഇരിക്കേണ്ടത്. അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല.
ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എല്ലാം എടുത്താലേ ഇതേ പരുവത്തിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കൈകളിലിട്ട് ഞാൻ കാണിക്കാം നിങ്ങളെ. എൻ്റെ കൈകളിൽ ഇടുകയാണ്. ഇതാ ഇടുന്ന സമയത്ത് ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മളിപ്പം വാക്സ് ക്രീം അപ്ലൈ ചെയ്യില്ലയോ, അതേപോലാണ് ഇതിരിക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മൾ കുറച്ച് നേരം വെച്ചാലും ഇത് കട്ടിയാവില്ല. ഉണ്ടോ, നമ്മൾ വാക്സ് ക്രീം എങ്ങനെയാണോ ഇടുന്നത് അതേപോലുള്ള ഒരു ഇത് തന്നെയാണ് ഇതിടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് സ്കിന്നിന് ദോഷം ചെയ്യുക പോലും ഇതുകൊണ്ട് ഉണ്ടാവില്ല. വേദന പോലും ഇല്ലാതെ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കും. കണ്ടോ, ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കും. എന്തായാലും കുറച്ച് നേരം ഇരിക്കട്ടെ. അതിന് ശേഷം ഞാൻ തുടച്ചിട്ടുള്ള ചേഞ്ചൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതാ ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ തുടയ്ക്കുന്ന കണ്ടോണം. കണ്ടോ, നമ്മൾ വാക്സ് ക്രീം എങ്ങനെ സ്കിന്നിൽ നിന്ന് മാറ്റുന്നത് ചെറിയ രീതിയിൽ ഒരു വലിച്ചിൽ ഇതാവുമ്പോഴാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. കണ്ടോ, നിങ്ങൾ നനഞ്ഞ തുണി വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നനഞ്ഞ തുണി വെച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ നനഞ്ഞ തുണി വെച്ച് വേദന കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ട് ചെയ്യാം. കാരണം ഇത് ഉണങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊരു വലിച്ചിലുണ്ടാവും. അപ്പം നമ്മൾ നനഞ്ഞ തുണി വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, രോമം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ രീതിയിൽ പോകും. കാരണം കണ്ടോ, ചെറുതായിട്ട് രോമം 1-2 ഒക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഞാൻ അത്രയും എടുത്തിട്ട് അതായത് ഇങ്ങനെ എടുത്താൽ മതി, അത്രയും എടുത്തിട്ടാണ് അവിടെ മൊത്തം ഞാൻ തേച്ചത്. നമ്മുടെ പ്രൈവറ്റ് ഏരിയയുടെ ഭാഗത്തേക്ക് അത്രയും മാത്രം വേണ്ടി വരുള്ളൂ. കൈപ്പൊഷത്താണെങ്കിലും നമ്മൾ 2 ഇതായിട്ട് എടുത്തിട്ട് തേച്ചാൽ മതി. പിന്നീട് ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസവും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ടും ചെയ്യണേ കേട്ടോ. അല്ലോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഈ പറഞ്ഞ കാര്യം 7 ദിവസം കണ്ടിന്യൂ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് മാറ്റം കിട്ടുള്ളൂ. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ.